ഈ 491 എങ്ങനെയാണ് നമുക്ക് PR-ലോട്ടുള്ള ഒരു ജേർണി? 491 ഈ 3 വർഷക്കാലം നമ്മളവിടെ പറഞ്ഞ റീജിയണൽ പോസ്റ്റ് കോഡിൽ താമസിച്ചിരിക്കണം, ജോലി ചെയ്തിരിക്കണം. പിന്നെ 3 വർഷക്കാല താമസത്തിന് ശേഷം വിസ കിട്ടി 3 വർഷക്കാലത്തിന് ശേഷം നമുക്ക് 191 എന്ന് പറയുന്ന ഒരു പാത്വേ വിസ ഉണ്ട്. ആ പാത്വേ വിസയിലൂടെ പെർമനന്റ് വിസയിലോട്ട് പോകാം. അപ്പൊ അതിന് ഏതെങ്കിലും ഒരു റിക്വയർമെന്റ്സ് ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് അല്ലാതെ വേറെ ലാംഗ്വേജോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തീർച്ചയായിട്ടും ഹെൽത്ത്, ക്യാരക്ടർ ഇതൊക്കെ ഉണ്ട്. ഈ ലാംഗ്വേജിന്റെ സ്വാഭാവികമായിട്ട് നമ്മൾ 491 വിസ ഗ്രാന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് കപ്പാസിറ്റിയും നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയും ഒക്കെ അസസ് ചെയ്തിട്ടാണ് നമുക്ക് 491 വിസ തരുന്നത്. പിന്നെ 3 വർഷക്കാലം നമ്മൾ ആസ്ട്രേലിയയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ലാംഗ്വേജിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മളെ ഹെൽത്ത്, ക്യാരക്ടർ. മെഡിക്കൽ നമ്മൾ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ചെയ്യണം. 191 മെഡിക്കൽ ചെയ്യേണ്ടി വരും. അതുകൂടാതെ തന്നെ ക്യാരക്ടർ ക്യാരക്ടർ പോലീസ് ചെക്കുകൾ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ഉള്ള പോലീസ്. ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ 3 വർഷം നമ്മളവിടെ ആയിരിക്കണം. 3 ടാക്സ് റിട്ടേൺസ് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇറസ്പെക്റ്റീവ് വാട്ട് യു ആർ ഏണിംഗ്. നിങ്ങളെ ക്വാണ്ടം ഓഫ് എമൗണ്ട് മണി അല്ല നോക്കുന്നത്. നിങ്ങൾ വർക്ക് ചെയ്തിരിക്കണം. വർക്ക് ചെയ്തിട്ട് എത്രയാണോ നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം ഉള്ളത് ആ ടാക്സബിൾ ഇൻകത്തിനനുസരിച്ച് നിങ്ങൾ ടാക്സ് കൊടുത്തിരിക്കണം. പക്ഷെ അതിന്റെ പ്രൂഫ് എന്നുള്ള രീതിയിൽ 3 വർഷത്തെ ടാക്സ് റിട്ടേൺസ് ഉണ്ടായിരിക്കണം. അത് കൂടാതെ തന്നെ ഇപ്പം ഈ 190 പോകുന്ന ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ചെയ്താണോ നമ്മളത് പോകേണ്ടി വരും? തീർച്ചയായും. അതിന് കാലതാമസം എടുക്കുന്ന ഒരു പ്രോസസ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 6 തൊട്ട് 8 മാസം വരെയൊക്കെ മുമ്പ് കിട്ടിക്കൊണ്ട് ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ പോകുന്നുണ്ട്. 12 മാസം 18 മാസം വരെയൊക്കെ എടുക്കുന്നുണ്ട്. ചില കേസുകളിൽ എടുക്കുന്നുണ്ട് പലപ്പോഴും. എനിവേ എന്തിരുന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ 189, 190, 491 ആണെങ്കിലും ഈ 3 വിസകളാണെങ്കിലും നമ്മൾ ആദ്യത്തെ അവർ പറയുന്ന 5 വർഷത്തിനുള്ള ഒരു പർട്ടിക്കുലർ ഓരോ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഒരു വിസ കണ്ടിന്യൂഷനിലോട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. പ്രൊഫഷണൽ വിസയിൽ നമുക്ക് പാത്ത് വിസയിലോട്ട് പോകാൻ പറ്റും. പെർമനന്റ് വിസയിൽ നമുക്ക് സിറ്റിസൺഷിപ്പിലോട്ട് പോകാൻ പറ്റും.